നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 സീറ്റുകളിൽ ഇടതുമുന്നണി 12 സീറ്റ് വരെ നേടുമെന്ന് CPI. കടുത്ത പോരാട്ടം നടന്ന തൃശൂരിലും മാവേലിക്കരയിലും പാർട്ടിക്ക് ജയം ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ഈ വിലയിരുത്തലിലേക്ക് എത്തിയത്. CPI ദേശീയ നേതാവ് കൂടിയായ ആനി രാജ മത്സരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറയുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. കടുത്ത ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് പാർട്ടി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും CPI കണക്കുകൂട്ടുന്നുണ്ട്. നേരത്തെ CPM-ഉം കേരളത്തിൽ LDF-ന് 12 സീറ്റുകളിൽ ജയസാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയിരുന്നു. CPM ജയസാധ്യത കൽപ്പിച്ച അതേ സീറ്റുകളാണ് CPI-യും വിജയസാധ്യതയുള്ളവയായി എണ്ണുന്നത്. ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ LDF-ന് സാധ്യതയുണ്ടെന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിലയിരുത്തുന്നത്. CPM-ഉം ഇതേ രീതിയിലുള്ള വിലയിരുത്തലിലാണ് തിരഞ്ഞെടുപ്പിന് ശേഷം എത്തിയത്. ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മത്സരിച്ച കോട്ടയത്ത് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതുപോലെ തന്നെ CPI-യും വിജയസാധ്യത കൽപ്പിക്കുന്നില്ല. പതിറ്റാണ്ടുകളായി CPI നിലനിർത്തുന്ന വൈക്കം നിയമസഭാ മണ്ഡലം കോട്ടയം പാർലമെന്റിന് കീഴിലാണ്. കേരള കോൺഗ്രസിന്റെ വിജയസാധ്യത ഉണ്ടാകണമെങ്കിൽ വൈക്കത്ത് വലിയ ഭൂരിപക്ഷം നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന CPI നേതാവ് ആനി രാജയെ തള്ളി രാഹുൽ ഗാന്ധിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച വ്യക്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. ഇതിൽ CPI അണികൾക്ക് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു.